ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നമ്മൾ കാർഡിലൂടെ നോക്കുന്നത്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. കാർഡ് എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ എനർജി എന്താണ്, നമുക്ക് നോക്കാം. ജഡ്ജ്മെന്റ് എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ഇവിടെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് യൂണിവേഴ്സ് വിധി എഴുതുന്നു എന്നാണ്. നീതി നിങ്ങൾക്ക് തരാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ്. ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രെയർ തന്നെയാണ്, നിങ്ങളുടെ വേദനകൾ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ അത്രയേറെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന നീതിയെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഒത്തിരി പേർക്ക് കോടതിയെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷൻ വന്നിട്ട് കോടതിയുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. അവിടെ നിങ്ങൾക്ക് വരുന്ന നീതിയെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ സെൽഫ് റിയലൈസേഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവർക്ക് വരുന്ന തിരിച്ചറിവ്, യൂണിവേഴ്സ് അവർക്ക് കൊടുക്കുന്ന വിധിയെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ എങ്ങനെയാണ് തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളിലേക്ക് വരിക? കുറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു എന്നാണ്. അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ അവരിലേക്ക് തന്നെ വിനയായിട്ട് മാറുകയാണ്. നെക്സ്റ്റ് കാർഡ് എന്തെന്ന് നോക്കാം. ടു ഓഫ് പെന്റക്കിളിന്റെ എനർജി. ടു ഓഫ് പെന്റക്കിളിന്റെ എനർജി എന്ന് പറയുമ്പോൾ ബാലൻസിനെയാണ് ഇന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു, ബാലൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ബന്ധത്തിൽ ഒരു സ്ഥിരത വേണം, ഇക്വിലിബ്രിയം വേണം. അവർ പ്രതീക്ഷിക്കുന്ന നിങ്ങളുമായിട്ടുള്ള ജീവിതം തന്നെയാണ്, സീക്കിംഗ് ഹാർമണിയാണ് പ്രതീക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങളാണ് അവരുടെ ബെസ്റ്റ് ലൈഫ്, ബെസ്റ്റ് പാർട്ട്ണർ എന്നവർ തിരിച്ചറിയുന്നു. തെറ്റുകൾ ചെയ്തിട്ട് ഇന്ന് യൂണിവേഴ്സ് അവരിലേക്ക് വിധി കൊടുക്കുന്നു. അപ്പോഴാണ് അവർ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ഈ ഒരു ബന്ധത്തിലെ സ്റ്റെബിലിറ്റി ഇല്ലായ്മയെ കുറിച്ച് മനസ്സിലാക്കുന്നത്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കാണിക്കുന്നത്. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്, നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. കുറെ കാര്യങ്ങൾ അവരോട് ചോദിക്കാനായിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവർ തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. നിങ്ങൾ ഇമോഷണലി ചിന്തിക്കുന്നത്, ആ വ്യക്തി എന്തുകൊണ്ട് എന്നിൽ നിന്ന് പോയി, ഞാൻ അത്രയേറെ സ്നേഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ആദ്യം നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്നത്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് കൺട്രോൾ ചെയ്തിരുന്നത് നിങ്ങളുടെ പേഴ്സണാണ്. അവർ നിങ്ങളിൽ നിന്ന് മാറുന്ന സമയത്താണ് നിങ്ങളിലേക്ക് മാറ്റം വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ആ ഒരു സ്നേഹത്തെ മനസ്സിലാക്കാതെ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ പോയി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. അതിൽ സെക്കൻഡ് കാർഡ് നൊസ്റ്റാൾജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ നൊസ്റ്റാൾജി ആയിട്ട് കാണിക്കുന്നത്. 6 ഓഫ് കപ്സിന്റെ എനർജി ആയിട്ട് കാണിക്കുന്നത്. പാസ്റ്റിലെ നിങ്ങളെ അവർ ഓർത്തെടുക്കുന്നു. അവരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്. അവർ ചെയ്തിട്ടുള്ള തെറ്റുകളെ തന്നെയാണ് ഇന്ന് അവരിലേക്ക് യൂണിവേഴ്സ് കൊടുക്കുന്നത്. നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വേണമെന്ന് അവർ ചിന്തിക്കുന്നു. അവരിലെ തെറ്റുകളും ശരികളും മനസ്സിലാക്കിക്കൊണ്ട്
നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു. അവരിൽ പോസിറ്റീവ് മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുള്ളത്, അവരിലെ നെഗറ്റീവും നിങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. അത് തന്നെയാണ് യൂണിവേഴ്സ് അവരിലേക്ക് തെറ്റുകൾ തിരുത്താനായിട്ടുള്ള അവസരമായിട്ട് കൊടുക്കുന്നത്. നിങ്ങളെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്തിനാണ് കാർഡ്സ് പറയുന്നത്. അവര് സമാധാനമായിട്ടിരുന്നിട്ടുള്ളത്, അവർ ഹാപ്പി ആയിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്. അത് ഇപ്പോൾ മനസ്സിലാക്കാണ് അവര്. നോക്കാം നെക്സ്റ്റ് കാർഡ് എന്തെന്ന് നോക്കാം. നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ്. ഇവിടെ തിരിച്ചറിവാണ് അവരിലേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിനെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയുന്നത്. ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. അവരുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ്. ഇന്ന് തെറ്റിത്തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ബ്ലോക്ക് എനർജിയെ മാറ്റിക്കൊണ്ടാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്ക് എനർജി ഉണ്ട്. ആ ഒരു ബ്ലോക്ക് എനർജിയിൽ നിന്നും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെയാണ്, ആക്ഷൻ എടുക്കുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പ്രപഞ്ചമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞെങ്ങനെയാണോ സംരക്ഷിക്കപ്പെടുന്നത്, അതുപോലെയാണ് പ്രപഞ്ചത്തിന് നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അവർക്ക് എല്ലാ രീതിയിലും സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള നിങ്ങളെ അവർ മനസ്സിലാക്കുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പോകുന്ന നിങ്ങളുടെ പേഴ്സണ് മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് യൂണിവേഴ്സ് അവരിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അവരോട് ചോദിക്കാനായിട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരൂ. ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിട്ടും എന്തിനാണ് എന്നിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്? നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ടും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പൂർണ്ണമായിട്ടും തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങൾ എന്നിലേക്ക് വരുവാനാണ്. ഇന്ന് നിങ്ങളോട് ക്ഷമിക്കാനായിട്ട് ഞാൻ തയ്യാറാകുന്നത് ഞാൻ പ്രപഞ്ചത്തിന്റെ ഭാഗമായി മാറിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല നിങ്ങളോട് പെരുമാറുക. ഞാൻ യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുമ്പോൾ എന്നിലേക്ക് ക്ഷമ തരുന്നുണ്ട്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായും എന്നിലേക്ക് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കാം, സ്വീകരിക്കാം. ഇതാണ് നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങളായിട്ട് ഇവിടെ കാണിക്കുന്നത്. പ്രപഞ്ചം നിങ്ങളിലൂടെ സംസാരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ചോദ്യത്തിന് മറുപടി കിട്ടുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ചെയ്തിട്ടുള്ള തെറ്റിന് ആ കർമ്മഫലം അവർ അനുഭവിക്കുന്നതായിട്ട് തന്നെയാണ് കാർഡ് പറയുന്നത്. കാരണം തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഡീപ്പ് കണക്ഷനാണ് നിങ്ങളോട് അവർക്ക് തോന്നുന്നത്. അവരത്രയേറെ ഹാപ്പി ആയിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്. നിങ്ങൾ അവരെ അത്ര കണ്ട് ട്രസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അവരാണ് ചതിച്ചുകൊണ്ട്, ചീറ്റിംഗ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത്. ആ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ റീഡിങ് എത്ര പേർക്ക് വാലിഡ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ റീഡിങ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തനിച്ചാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ്. അവർ മനസ്സിലാക്കുന്നു എന്നാണ്. പ്രപഞ്ചമായിട്ട് തന്നെ അവരിലേക്ക് ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന കണക്ഷനെ തന്നെയാണ് കാണിക്കുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ 3 ഡേയ്സ് എന്നുള്ളൊരു കാർഡാണ്. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവാം. ആ സുഹൃത്തുക്കൾ വഴി ഇവിടെ ഉണ്ടാകുന്ന സന്തോഷ നിമിഷത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ചെറിയൊരു ഫംഗ്ഷൻ, പാർട്ടി. നമുക്ക് നോക്കാം. അതെ, ഇവിടെ കമ്മ്യൂണിറ്റി തന്നെയാണ് 3 ഓഫ് പെന്റക്കിൾ കാണിക്കുന്നത്. വീണ്ടും 3ന്റെ എനർജിയാണ്. ഇവിടെ അവരുടെ കരിയർ തന്നെയാണ് കാണിക്കുന്നത്. ഒരുമിച്ച് ചെയ്യേണ്ട ജോലിയെ കാണിക്കുന്നു. കുറച്ച് പേരടങ്ങുന്ന സംഘത്തെ കാണിക്കുന്നു.
മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രൊഫഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ സുഹൃത്തുക്കളോട് ചർച്ച ചെയ്യുന്നു. അവർക്ക് കറക്റ്റായിട്ട് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഹെൽപ്പ് ചോദിക്കുന്നു. ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് പറയുന്നത്. തെറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ സുഹൃത്താണെന്ന് അവർക്കറിയാം. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് പറയുന്ന എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ ആയിട്ട് ഒരുമിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓറക്കിൾ ഡെക്ക് എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം. ഡിസ്ഹോണസ്റ്റി എന്നുള്ളൊരു കാർഡാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. By lying, I rip it as apart. കള്ളം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മളെ വേർപിരിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ട്, നിങ്ങളോട് കള്ളം പറഞ്ഞുകൊണ്ട് അവർ മാറിപ്പോയേ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളോട് അതവർ പറയും. സോൾ കോൺട്രാക്ട് എന്നാണ് നെക്സ്റ്റ് കാർഡ്. The lessons I learned from us will never be forgotten. നമ്മളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ ഞാൻ മറക്കില്ല എന്ന് പറയാണ്. അപ്പൊ അവർ ചെയ്തിട്ടുള്ള തെറ്റുമൂലം നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ, ഈ നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു എന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അൺസാറ്റിസ്ഫൈഡ്, ഐ വാസിന്റ് ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ്. കാര്യങ്ങൾ പോയിരുന്ന ഈ ഒരു പോക്കില് ഞാൻ സന്തോഷവതി ആയിരുന്നില്ല എന്നവർ പറയാണ്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ അവരത്ര ഹാപ്പി ആയിരുന്നില്ല എന്ന് തന്നെയാണ്. യൂണിവേഴ്സ് അങ്ങനെ നിങ്ങളുടെ വിഷമം കാണാതിരിക്കുമോ? അവർക്ക് നിങ്ങളെ മിസ് ചെയ്യണ്ടേ? അവർ ചെയ്ത തെറ്റെന്തെന്ന് അവർ മനസ്സിലാക്കണ്ടേ? ആ ഒരു സാഹചര്യം തന്നെയാണ് അവരിലൂടെ പോയിട്ടുള്ളത്. അവർക്ക് ഹാപ്പി ആവാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. കോൺവെർസേഷൻ, ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളോട് സംസാരിക്കാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എത്രയേറെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വോയിസ് കേൾക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അവരുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് അവർ സത്യം പറയുന്നു എന്നാണ് നെക്സ്റ്റ് കാർഡ്. റിവീൽ, ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. മറച്ചു വെച്ചിട്ടുള്ള സത്യങ്ങൾ നിങ്ങളിലേക്ക് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണ്, യഥാർത്ഥമായിട്ടുള്ളതാണെന്ന് അവർ തിരിച്ചറിയാണ്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ സത്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ്. റിയൂണിയൻ, വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. നമ്മളെപ്പോഴും പരസ്പരം തിരിച്ചു വരുമെന്നാണ്. നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. തെറ്റുകൾ നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളിലേക്ക് സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സെപ്പറേഷൻ തരണം ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. തീരുമാനം എടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. കാരണം ഇവിടെ റീഡിംഗ് കാണുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല എനർജീസ് കണക്റ്റ് ആവുക. ഓരോ വ്യക്തികളുടെയും ചിന്തകൾ, ഓരോ വ്യക്തികളുടെയും പ്രവൃത്തികൾ എല്ലാം ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമാണ്. നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ആഴം നിങ്ങൾക്കേ അറിയുള്ളൂ. ഹീലാകുന്ന വ്യക്തികളുണ്ട്. ഹീലായിക്കൊണ്ട് നിങ്ങൾക്ക് അവരെ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. അല്ലാത്തവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് പദ്ധതിയിടാം. എന്ത് തന്നെയായാലും നിങ്ങളുടെ പേഴ്സൺ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഈ റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.